മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതം നശിച്ചുപോയ ബബിത ആത്മഹത്യാ ശ്രമം നടത്തുകയും ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയുമാണ്. മനുവാണ് അലീനയെ വിവരം അറിയിക്കുന്നത്. വിവരമറിഞ്ഞയുടൻ അലീന സ്റ്റാലിനെയും കൂട്ടി എറണാകുളത്ത് എത്തുകയാണ്. അലീനയുടെ നെഞ്ചു കിടന്ന് പിടയ്ക്കുന്നുണ്ടെങ്കിലും അലീന ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ്. ഒന്നും വരില്ല അച്ഛ, എല്ലാം ശരിയാവും. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാമച്ചൻ്റെ വീട്ടിലേക്ക് പോയ രോഹിത്ത് രാത്രി 11 മണിയോടെ തിരിച്ചെത്തി. ബബിത ഒരു കോമയിൽ എന്നോണം കിടക്കുകയാണെന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെന്നും അലീന അവനെ അറിയിച്ചു. വെന്റിലേറ്ററിലാണ് ശ്വാസോച്ഛ്വാസവും മറ്റും. രാത്രി രോഹിത്ത് ഹോസ്പിറ്റലിൽ തന്നെ തങ്ങി. രാവിലെ അലീന മാമച്ചൻ്റെ വീട്ടിലേക്ക് പോയി. സ്റ്റാൻലി രാവിലെ തന്നെ കുളത്തൂപ്പുഴയ്ക്ക് തിരിച്ചു പോകാൻ തയ്യാറായിരിക്കുകയാണ്. അലീന കൂടെ പോരുന്നതിന്റെ ലക്ഷണമൊന്നും കാണാഞ്ഞ് അയാൾ ചോദിച്ചു, പോരുന്നില്ലേ? ഇനി എന്താ പരിപാടി? അലീന കണ്ണു മിഴിച്ച് സ്റ്റാൻലിയെ നോക്കി. പോരുന്നില്ലെന്നാ ചോദിച്ചേ. ഇപ്പൊ പോയാൽ 11 മണിക്ക് മുൻപെത്താം. പപ്പ, ബബിത ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ പപ്പ തിരിച്ചു പോരുന്നേ? അലീന കെഞ്ചി. വന്നു കാണേണ്ട മര്യാദ ഉണ്ടായിരുന്നു. വന്നു കണ്ടു. ഇന്നലെ പകലും രാത്രിയും ഹോസ്പിറ്റലിൽ നിന്നു. ഇത്രയൊക്കെ പോരെ? അതിനപ്പുറത്ത് ഹോസ്പിറ്റൽ ചെന്ന് കാവ്യം നിൽക്കേണ്ട കാര്യമുണ്ടോ? അവിടെ മേനോനുണ്ട്, അയാളുടെ മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. പോരെങ്കിൽ നല്ല ഒന്നാന്തര ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സും നഴ്സസും വേണ്ടുവോളം. അതിനിടയ്ക്ക് നീ അവിടെ നിന്നിട്ട് എന്തു ചെയ്യാനാ? സ്റ്റാൻലി അല്പം നീരസത്തിലാണ് സംസാരിച്ചത്. പപ്പ, ഞാനും വേണ്ടേ അവിടെ? അവരെ ആശ്വസിപ്പിക്കാനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവരുടെ ആളുകളുണ്ടല്ലോ ധാരാളം. ഇനി അഥവാ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടുന്ന് മാമച്ചനോ രേവതിക്കുട്ടിയോ ഇടയ്ക്ക് പോയി അന്വേഷിച്ചിട്ട് നിന്നെ വിവരം അറിയിക്കും. എൻ്റെ കൂടപ്പിറപ്പല്ലേ പപ്പ? അവിടെ മരണമോ ജീവിതമോ എന്നറിയാതെ കിടക്കുന്നേ. പപ്പയ്ക്ക് അവൾ അന്യായിരിക്കും. പക്ഷേ എനിക്കവൾ എൻ്റെ അനുജത്തിയാ. അവളെങ്ങനെ കിടക്കുമ്പോൾ പപ്പ എന്നെ നിർബന്ധിക്കല്ലേ? അലീനയുടെ സ്വരം ഇടറി. സ്റ്റാലിൻ നിമിഷങ്ങളോളം ആശ്ചര്യസ്തബ്ധനായി നിന്നു. അയാൾ ഈ മട്ടിൽ ചിന്തിച്ചിരുന്നതേയില്ല. പാലായിൽ എവിടെയോ താമസിക്കുന്ന ഒരു ബാലചന്ദ്ര മേനോന്റെ മകൾ വിഷം കഴിച്ച് ചാവാറായി കിടക്കുന്നിടത്ത് തനിക്കും തന്റെ മകൾക്കും എന്തു കാര്യം? അലീന അയാളുടെ വീട്ടിൽ കുറച്ചുകാലം ജോലി നോക്കിയ പരിചയം വെച്ച് ഒരു ദുരന്തമുണ്ടായെന്നറിഞ്ഞപ്പോൾ കാണാൻ വന്നുവെന്ന് മാത്രം. വേണമെങ്കിൽ കർശനമായ ഒരാജ്ഞ കൊണ്ട് അലീനയെ അനുസരിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ തന്റെ അധികാരസീമയ്ക്കും അപ്പുറത്താണ് അവളുടെ സ്നേഹബന്ധങ്ങളും അതിന്റെ സ്വാതന്ത്ര്യവും എന്ന് അയാൾക്ക് മനസ്സിലായി. അനാഥത്വത്തിന്റെ ആഴങ്ങളിലേക്കാണ് അവ വേരൂന്നിരിക്കുന്നത്. അവിടെ നിന്ന് പൊട്ടിമുളച്ച് വളവും വെള്ളവും സ്വീകരിച്ച് തണൽ വൃക്ഷം പോലെ പടർന്നു പന്തലിച്ച അവളെ ഒരച്ഛൻ്റെയോ അമ്മയുടെയോ കുടുംബത്തിൻ്റെയോ നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ തളച്ചു നിർത്തുക അസാധ്യമാണെന്ന് അനുഭവം കൊണ്ട് സ്റ്റാൻലിക്കറിയാം. കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വീടും മാത്രമാണ് ആശ്രയം. അവർക്ക് പോകാനിടമില്ല. പക്ഷേ ഒരനാഥാലയത്തിൽ നിന്ന് വന്ന അലീനയ്ക്ക് മടങ്ങിപ്പോകാൻ അനേകം അനാഥാലയങ്ങളുണ്ട്. അലീനയുടെ ഉള്ളിലെവിടെയോ ഉറങ്ങിക്കിടക്കുകയും നിർണായക ഘട്ടങ്ങളിൽ ഉണർന്ന് തലനീട്ടുകയും ചെയ്യുന്ന ആ അന്യതാഭാവം സ്റ്റാൻലിയെ പലപ്പോഴും ആശങ്കാകുലനാക്കിയിരുന്നു. തനിക്ക് അലീന എന്നൊരു മകളുണ്ട്. പക്ഷെ അവൾ തൻ്റേതു മാത്രമല്ല. അവൾക്ക് സ്റ്റാൻലി എന്നൊരച്ഛനുമുണ്ട്. എന്നാൽ തുല്യ പ്രാധാന്യമുള്ള വേറെയും ആളുകൾ അവൾക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ മാമച്ചനും ഗ്രേസമ്മയും അലീനയോട് അനുകൂലിച്ചു. അവളിവിടെ 1-2 ദിവസം നിൽക്കട്ടെന്നേ, അവർക്കതൊരാശ്വാസമല്ലേ? മാമച്ചൻ പറഞ്ഞു. സ്റ്റാൻലി മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ ഗൗരവത്തിൽ നിന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അയാൾ തനിയെ മടങ്ങിപ്പോകാൻ ഒരുങ്ങി. പപ്പയ്ക്ക് തന്നോട് നീരസമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പപ്പ, പിണങ്ങല്ലേ? എനിക്കവളെ അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റുമോ? പപ്പ എന്താ അതാലോചിക്കാത്തേ? നിനക്ക് നിന്റെ പപ്പയെ വഴിയിൽ ഉപേക്ഷിക്കാൻ ഒരു മടിയുമില്ല അല്ലേ? പപ്പ സുഖമില്ലാതെങ്ങാനും കിടന്നു പോയാൽ ഞാൻ അരികത്തൊന്നും മാറത്തില്ലല്ലോ. പിന്നെന്താ? എന്നാൽ ഞാൻ കുളത്തപ്പോൾ ചെന്നിട്ട് എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു വിളിക്കാം. ഈ പപ്പ ചിലപ്പോൾ കൊച്ചുകുട്ടികളുടെ മാതിരിയാ. ഇതെങ്ങനെയാണോ ലഫ്റ്റനന്റ് കേണൽ വരെയൊക്കെ എത്തിയത്? ചുമ്മാ പറയുന്നതായിരിക്കും, ആർക്കറിയാം. വല്ല ഡ്രൈവറോ മെക്കാനിക്കോ മറ്റോ ആയിരുന്നോന്ന്. അലീന വളരെ സീരിയസ് ആയിട്ടായിരുന്നു പറഞ്ഞതെങ്കിലും പൊടുന്നനെ ഉയർന്ന മാമച്ചന്റെ പൊട്ടിച്ചിരി അവളെ നാണിപ്പിച്ചു കളഞ്ഞു. ചിരിക്കാനും വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ട് അലീന ജാള്യത്തോടെ രംഗത്ത് നിന്നും പിൻവാങ്ങി. സ്റ്റാൻലി ചെറുചിരിയോടെ കാറിൽ ചെന്ന് കയറി. ഷെറിനും അലീനയും ചിന്നുമോളും കാറിനരികിൽ ചെന്ന് അയാളെ യാത്രയയച്ചു. സ്റ്റാൻലി തിരിച്ചുപോയ ഉടൻ തന്നെ അലീന കൃഷ്ണയെയും രേവതിക്കുട്ടിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. രോഹിത്തും ബാലേന്ദ്ര മേനോനും വൈജയന്തിയും
ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അച്ഛന് കുളിക്കവും ഡ്രസ്സ് മാറും ഒക്കെ വേണ്ടേ? ഇവിടെ അടുത്ത മാമച്ചനങ്കിളിന്റെ വീട്. രേവതിക്കുട്ടി കൂട്ടിക്കൊണ്ടുപോയിക്കോളും. ഞാൻ ഇവിടെ ഇരുന്നോളാം, അലീന ബാലചന്ദ്രനോട് പറഞ്ഞു. രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിട്ട് അയാളുടെ കൺതടങ്ങൾ കരിവാളിച്ചിരുന്നു. രാവിലെ ആയപ്പോഴേക്കും ആദി പെരുകി അയാൾ തളർന്നു കഴിഞ്ഞിരുന്നു. അലീന രോഗത്തിനെ വിളിച്ച് മാറ്റി നിർത്തി ബബിതയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചു. അങ്ങനെ തന്നെ കിടക്കുന്ന ചേച്ചി, ഒരു മാറ്റമില്ലെന്ന ഡോക്ടേഴ്സ് പറയണേ. എന്തൊരു പരീക്ഷണമായത്! തിരിച്ചു കിട്ടോ അതോ പോവോ ഒന്നും അറിയാൻ വയ്യല്ലോ. നിറഞ്ഞ കണ്ണുകൾ അവന്റെ ഷർട്ടിന്റെ കോളർ കൊണ്ട് തൂത്തു. ഇന്നലെ അവൻ കുറെ കൂടി ധൈര്യമുള്ളവനായിരുന്നുവെന്ന് അലീന ഓർത്തു. ഇപ്പോൾ ആകെ തടർന്നിരിക്കുന്നു. മോനെ, നീ എങ്കിൽ ഇങ്ങനെ പതറിപ്പോവരുത്. അച്ഛനെയും അമ്മയും കൃഷ്ണമോളെയും ഒക്കെ ആശ്വസിപ്പിക്കേണ്ടവനല്ലേ നീ? അച്ഛനെയും അമ്മയും കൂട്ടി രേവതിക്കുട്ടിയുടെ കൂടെ നീ മാമച്ചനങ്ങളുടെ വീട്ടിലേക്ക് ചെല്ല്. കുളിച്ച് ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറി വല്ലതും കഴിച്ചിട്ട് വാ. ഞാനുണ്ടല്ലോ ഇവിടെ. വേണ്ട ചേച്ചി, ശിവനങ്കിൾ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാ. പിന്നെ അലീന അവനെ നിർബന്ധിച്ചില്ല. അവൾ വൈജയന്തി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അമ്മ ഇപ്പോൾ തനിച്ചല്ലെന്ന് അവൾ കണ്ടു. ശിവശങ്കരൻ മേനോനും ഭാര്യ കമലയും ഒപ്പമുണ്ട്. ഉച്ചയായപ്പോൾ അലീന രോഹിത്തിനെയും കൃഷ്ണയെയും മാമച്ചന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഊണ് കഴിപ്പിച്ചു. അല്പസമയം കിടന്നു മയങ്ങി. തിരികെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കിട്ടിയ വിവരം ആശാവഹമായിരുന്നു. ബബിതയുടെ വെന്റിലേറ്റർ നീക്കം ചെയ്തു. ICUവിനുള്ളിൽ കയറി അവളെ കാണാനുള്ള അനുവാദവും കിട്ടി. ബാലേന്ദ്ര മേനോനും വൈജയന്തിയുമാണ് ആദ്യം അകത്തു കയറിയത്. അവർ തിരിച്ചിറങ്ങിയപ്പോൾ രോഹിത്തും ശിവശങ്കര മേനോനും കയറി. അലീന ബാലേന്ദ്ര മേനോനെ സമീപിച്ചു. എങ്ങനെയുണ്ടച്ച അവൾക്ക്? പുഞ്ചിരിയാണോ വിതുമ്പലാണോ എന്നറിയാത്ത ആ മുഖഭാവം മാത്രം മതിയായിരുന്നു അവൾക്കുള്ള ഉത്തരം. ശ്വാസമെടുക്കുന്നുണ്ട് ഈശ്വര, ഇന്നലെ മുതൽ അനുഭവിച്ച ആദിയും വേദനയും. അയാൾ ഒരു കസേരയിലേക്ക് വീണു. രോഹിത്ത് ICUവിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അലീന ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ? മയങ്ങിക്കിടക്കുക ചേച്ചി, ഒന്നും അറിയുന്നില്ല. പക്ഷെ അവന്റെ മുഖം പ്രഫുല്ലമായിരുന്നു. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ജീവൻ വീണ്ടും കിട്ടിയ പ്രതീതി. കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷാശ്രുക്കൾ. ഒടുവിൽ അലീനയും അകത്തു കടന്ന് ബബിതയെ കണ്ടു. വിരിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്നു. 2 തലയണ വെച്ച് തല ഉയർത്തി വെച്ചിരിക്കുന്നു. ശാന്തമായി ഉറങ്ങുകയാണെന്നേ തോന്നൂ. ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നണമെങ്കിൽ എത്ര കടുത്ത ഹൃദയവേദന സഹിച്ചിട്ടുണ്ടാവാം. പിന്നെ മണിക്കൂറുകളോളം നീണ്ട മരണവേദനയും പ്രാണന്റെ പിടച്ചിലും. അലീനയ്ക്ക് അവളെ നോക്കി നിൽക്കെ എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അധിക സമയം നിൽക്കരുതെന്ന് നഴ്സ് നിർദ്ദേശിച്ചിരുന്നതിനാൽ അലീന മിഴികൾ തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നു. വൈകുന്നേരം ബബിതയെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞു, എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട. പേഷ്യന്റിന് ഇപ്പോൾ വളരെ ഭേദമുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ഓവർകം ചെയ്തു. ആരെങ്കിലും ഒരാൾ നിന്നാൽ മതിയല്ലോ. ബബിതയുടെ ഹൃദയമിടിപ്പും ശ്വാസഗതിയുമെല്ലാം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ വെളിപ്പെടുത്തി. പൾസ് മെച്ചപ്പെട്ടിട്ടുണ്ട്. സന്ധ്യയോടെ ബാംഗ്ലൂരിൽ നിന്ന് മനു എത്തിച്ചേർന്നു. അവനെ കണ്ട ഉടനെ കമലയും വൈജയന്തിയും കൂടി അടുത്തേക്ക് ചെന്നു. പക്ഷേ അവൻ അലീന നിൽക്കുന്നിടത്തേക്കാണ് പോയത്. അവളോട് ചോദിച്ച് ബബിതയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി. കമലയ്ക്കും വൈജയന്തിക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. മനു എത്തിയതോടെ കമലയും ശിവശങ്കരൻ മേനോനും കൊല്ലപ്പള്ളിക്ക് തിരിച്ചുപോയി. രോഹിത്തിനെയും കൃഷ്ണയെയും വൈജയന്തിയെയും മനു റൂമിലേക്ക് പറഞ്ഞയച്ചു. ബാലേന്ദ്ര മേനോനെ നിർബന്ധിച്ചുവെങ്കിലും അയാൾ പോകാൻ കൂട്ടാക്കിയില്ല. അലീനയും പൊയ്ക്കോ, ഞാനുണ്ടല്ലോ ഇവിടെ, മനു പറഞ്ഞു. എങ്കിലും അവൾ ഇവിടുന്ന് പോകാതിരിക്കണേ എന്നായിരുന്നു അവന്റെ മനസ്സിൽ. അലീന പോയതുമില്ല. രാത്രിയിൽ ഡ്യൂട്ടി നഴ്സ് വന്ന് പറഞ്ഞു, പേഷ്യന്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ബൈസ്റ്റാൻഡർ ആരാണെന്ന് വെച്ചാൽ ഒരാൾക്ക് അകത്തിരിക്കാൻ പെർമിഷനുണ്ട്. ബാലേന്ദ്ര മേനോൻ എഴുന്നേറ്റപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ ഇരുന്നോളാം അച്ഛാ. അതാണ് അങ്കിളെ നല്ലത്. മനുവും അവളെ പിന്താങ്ങി. അലീന ICUവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബബിത കണ്ണടച്ച് കിടക്കുകയായിരുന്നു. കാലൊച്ച കേട്ട് അവൾ കണ്ണു തുറന്നു നോക്കി. നിർജീവമായ നോട്ടം. അത് കണ്ട് അലീനയുടെ മനസ്സ് പിടഞ്ഞു. ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ ഒരു കണിക പോലും ആ കണ്ണുകളിൽ ഇല്ല. ഒരു മൃതദേഹത്തിന്റെ പോലെ വെളുത്തിരുന്നു അവരുടെ കവിൾത്തടങ്ങളും ചുണ്ടുകളും. ആകെക്കൂടി തോന്നിച്ചത് അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് മാത്രമായിരുന്നു. ICUവിൽ AC-യുടെ തണുപ്പുണ്ടായിരുന്നു. അലീന കസേര ബെഡിനോട് ചേർത്തിട്ട് അതിലിരുന്നു. ബബിതയുടെ തണുത്തിരുന്ന കൈപ്പത്തികൾ അവൾ കയ്യിലെടുത്തു. തളർന്നു മടങ്ങിയിരുന്ന വിരലുകൾ നിവർത്തി തലോടി. ബബിത അലീനയുടെ നേർക്ക് നോക്കിക്കൊണ്ട് കിടന്നു. മരിച്ചുപോയ ഒരാൾ കണ്ണു തുറന്ന് നോക്കുന്നത് പോലെ വേറെ ഏതെയോ ലോകത്തു നിന്നും നീണ്ടു നീണ്ടു വരുന്ന നോട്ടം. അലീന അവരുടെ കവിളത്തും നെറ്റിയിലും മൃദുവായി തലോടി. ഒന്നും ഓർത്ത് വിഷമിക്കരുത്, ഞാനുണ്ടല്ലോ എൻ്റെ മോൾക്ക്. ഇനി നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല കേട്ടോ, അവൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു.
ഉറങ്ങിക്കോ, ഞാനിവിടെ ഇരിപ്പുണ്ട്, ഞാൻ നോക്കിക്കൊള്ളാം. ബബിത ഒരു ദീർഘനിശ്വാസം എടുത്തുവെന്ന് തോന്നി. പിന്നെ പതിയെ പതിയെ കണ്ണുകൾ അടഞ്ഞു. അലീന അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയോ എന്ന് നോക്കാനെന്ന വണ്ണം 2 തവണ അവൾ ഇമ ചിമ്മി തുറന്നു നോക്കി. പിന്നെ മയക്കത്തിലാണ്ടു. അലീന തന്റെ കൈപ്പത്തിക്കുള്ളിലേക്ക് മുഖം വെച്ച് ശബ്ദമില്ലാതെ കരഞ്ഞു. മനു അലീനയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുക്കുവാൻ ക്യാൻറ്റീനിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബബിതയെ ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയത്. റൂം കിട്ടാൻ വേണ്ടി ബാലേന്ദ്ര മേനോൻ രാവിലെ മുതൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അലീനയും മനുശങ്കറും തിരിച്ചെത്തിയപ്പോൾ രോഹിത്താണ് പറഞ്ഞത് ബബിതയെ റൂമിലേക്ക് മാറ്റിയെന്ന്. അവർ റൂമിൽ ചെന്നപ്പോൾ ബബിതയുടെ ബെഡിന് ചുറ്റുമിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വൈജിയും ബാലേന്ദ്ര മേനോനും. ബബിത ഒന്നും മിണ്ടാതെ വായ പൂട്ടിക്കിടക്കുന്നു. വൈജയന്തിക്ക് കുറേശ്ശെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ തീ തീറ്റിയതിന് കയ്യും കണക്കുമുണ്ടോ? എന്നിട്ട് വാ തുറക്കുന്നുണ്ടെന്ന് നോക്കിയേ. ആന്റിക്കിപ്പം എന്താ വേണ്ടേ? മനു ശാസിച്ചു. അവളെന്തിനാ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്? എന്തൊക്കെയാണ് അതിന് പിന്നിലെ രഹസ്യങ്ങൾ എന്നൊക്കെ അറിയണ്ടേ? അറിയണം, പക്ഷേ അവളൊന്ന് എണീറ്റോട്ടെ ആന്റി. അങ്കിളിനും ഇത്രയ്ക്ക് വിവരമില്ലാണ്ടായിപ്പോയോ? ജീവനോടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണോ? അല്ല മനു, അവൾക്ക് പറയാമല്ലോ. ആന്റി പ്ലീസ് ഒന്ന് പുറത്തിറങ്ങി നിൽക്ക്. അതേസമയം തന്നെ ഡോക്ടർ റൗണ്ട്സിന് വരുന്നുണ്ടായിരുന്നു. അതിനാൽ എല്ലാവർക്കും മുറിക്ക് പുറത്തിറങ്ങി നിൽക്കേണ്ടി വന്നു. ചെക്കപ്പ് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ നിന്നാൽ മതി പേഷ്യന്റിന്റെ റൂമിൽ. വൈജയന്ത് റൂമിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, ആരാണ് അലീന? അലീന ഒന്നനങ്ങി. ഓക്കെ, യു ടു ബി ബെറ്റർ, ഷീ ആസ്ക് യു. വൈജയന്തിന്റെ മുഖം വിളറി. അല്പം വീറോടെ അവൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ അവളുടെ അമ്മയാണ്. ആയിക്കോട്ടെ, പക്ഷേ പേഷ്യന്റിന് ഇഷ്ടമുള്ളയാൾ കൂടെ നിൽക്കട്ടെ. ഡോക്ടർ നടന്നുപോയി. പിന്നാലെ നഴ്സും. അലീന, നീ അകത്തേക്ക് ചെല്ല്, ബാലേന്ദ്ര മേനോൻ നിർദ്ദേശിച്ചു. അതാ ആന്റി നല്ലത്, അവൾക്കതാ ഒരു സമാധാനം, മനുശങ്കറും പറഞ്ഞു. അരിശം കടിച്ചടക്കി വൈജയന്തി പിന്മാറി. അലീന മുറിക്കുള്ളിൽ കടന്നു. അവൾ ബബിതയുടെ ബെഡിനരികെ ചെന്നിരുന്നു. ബബിതയുടെ കണ്ണുകളിൽ ഒരു പരിഭവം കാണാമായിരുന്നു. അതൊരു നല്ല ലക്ഷണമാണെന്ന് അലീന കണക്കാക്കി. ബബിതയുടെ വലതുകരം പിടിച്ച് കൈത്തണ്ടയിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ മോളെ, ഞാൻ ക്യാൻറ്റീനിൽ പോയതാ. അതിനിടയ്ക്ക് നിന്നെ ഇങ്ങോട്ട് മാറ്റുമെന്ന് ആരറിഞ്ഞു? ഞാൻ വിട്ടിട്ട് പോയതൊന്നുമല്ല കേട്ടോ, സോറി. വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാ മനുവേട്ടൻ പറഞ്ഞത് ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിക്കാമെന്ന്. ബബിത അലീന ഇരിക്കുന്നിടത്തേക്ക് ചരിഞ്ഞു കിടക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ കൊമ്പും കൊയിലുമൊക്കെ വലിയ തടസ്സമാണല്ലോ. IV സ്റ്റാൻഡിൽ നിന്നും ഡ്രിപ്പിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ട്യൂബ് ശ്രദ്ധാപൂർവം ഒതുക്കിപ്പിടിച്ച് ബബിതയെ സൗകര്യപ്രദമായ വിധത്തിൽ കിടത്തി. ഇടതുകൈയിൽ ഘടിപ്പിച്ചിരുന്ന കാനുലായ്ക്ക് ഇളക്കം തട്ടാതെ ആ കൈയെടുത്ത് അവളുടെ തന്നെ വയറിനു മീതെ വച്ചു. എനിക്ക് നിന്നോട് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടെന്നറിയോ? ഒക്കെ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുക. ഇപ്പോഴാ നിന്നെ എനിക്ക് പിടുത്തം കിട്ടിയത്. ഇനി എന്നെ അങ്ങോട്ട് സഹിച്ചോളണം കേട്ടോ. പഴയതുപോലെയല്ല ഞാനിപ്പോൾ, ഭയങ്കര കത്തിയ, അലീന പറഞ്ഞു. ബബിത സാഗൂതം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. ഞാൻ ഡ്രൈവിംഗ് പഠിച്ച വിവരം നീ അറിഞ്ഞായിരുന്നോ? റോഡിന്റെ അരികത്തൂടെ നടന്നു പോകുന്ന ഒരാളെ ഇപ്പം ഞാൻ നോക്കിയ നിഷ്പ്രയാസം ഇടിച്ചു വീഴ്ത്താൻ പറ്റും. അലീന പറയുന്നത് കേട്ട് ബബിതയുടെ വിടർത്ത ചുണ്ടുകളിൽ ഒരു മന്ദഹാസമുണ്ടായി. അലീന സ്നേഹവായ്പോടെ വാതോരാതെ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ബബിതയെ വേദനിപ്പിക്കുന്നതോ അവളുടെ ആത്മഹത്യാശ്രമത്തെക്കുറിച്ച് പരാമർശ വിധേയമാകുന്നതോ ആയ ഒരു വാക്കുപോലും തൻ്റെ നാവിൽ നിന്നും വീഴാതിരിക്കാൻ അലീന ശ്രദ്ധിച്ചു. ബബിത ഓർമ്മയിലേക്കോ വിഷാദത്തിലേക്കോ വീണു പോകുമ്പോഴെല്ലാം അലീന അവളെ ആശ്വസിപ്പിക്കുകയും നെറുകയിലോ നെറ്റിയിലോ ഒരു ഉമ്മ നൽകി സ്വാന്തനിപ്പിക്കുകയും ചെയ്തു. വൈകുന്നേരം ക്യാൻറ്റീനിൽ വെച്ച് ബാലേന്ദ്ര മേനോൻ അലീനയോട് ചോദിച്ചു, മോളെ, അവൾ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? നിന്നോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഇല്ലെന്ന് നിഷേധ രൂപേണ അലീന തലയാട്ടി. നീ ചോദിച്ചുമില്ലേ? നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? അച്ഛാ, നമുക്കവളെ ജീവനോട് തിരിച്ചു കിട്ടിയില്ലേ? അതിനേക്കാൾ വലുതാണോ മറ്റു കാര്യങ്ങൾ? അവൾ സ്വന്തം ജീവൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കണമെങ്കിൽ അതിനു പിറകിൽ എന്തുമാത്രം മനോവേദനയുണ്ടായിരിക്കും. അവൾ ഇപ്പോഴും ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിട്ടില്ല. ഈ ഭൂമിയിൽ ധൈര്യമായിട്ട് ജീവിക്കാനുള്ള മനോബലം ഇനിയും അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടുമില്ല. എന്നാൽ നിനക്കൊന്ന് സൂചിപ്പിക്കായിരുന്നു, ബാലചന്ദ്രൻ പരിഭവത്തിൽ പറഞ്ഞു. ഞാൻ ചോദിക്കില്ലച്ചാ. ഏതൊരവസ്ഥയിലും നമ്മൾ അവളുടെ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാ ഞാൻ അവളോടൊപ്പം നിൽക്കുന്നത്. അവൾക്ക് എന്തെല്ലാം സംഭവിച്ചാലും അവൾ നമുക്ക് പ്രിയപ്പെട്ടവളാണെന്ന് അവളെ വിശ്വസിപ്പിക്കണം. ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മൾ അവളെ ഉപേക്ഷിക്കില്ലെന്ന് അവൾ തിരിച്ചറിയണം. ഇത്രയും അവൾക്ക് ബോധ്യം വന്നാൽ നമ്മൾ ആരും ഒന്നും ചോദിക്കണ്ടച്ചാ. അവൾ താനേ പറയും, എല്ലാം പറയും.
പക്ഷെ അത് കഴിഞ്ഞും നമ്മൾ അവളുടെ കൂടെ നിൽക്കണം. ബാലേന്ദ്രമേനോന് ഇനിയൊന്നും അവളോട് പറയാനില്ല. അവൾ പറഞ്ഞതാണ് ശരിയെന്ന് അയാൾക്ക് മനസ്സിലായി. മനുശങ്കർ വൈകുന്നേരം കൊല്ലപ്പള്ളിക്ക് പോയി. അവനോടൊപ്പം ബാലേന്ദ്രമേനോൻ രോഹിത്തിനെയും കൃഷ്ണയെയും കടപ്പാട്ടൂരേക്ക് അയച്ചു. ബബിത സുഖപ്പെട്ടു വരുന്ന നിലയ്ക്ക് ഇനി കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യമില്ല. രാത്രിയിലും അലീന തന്നെയായിരുന്നു ബബിതയോടൊപ്പം. വൈജയന്തിക്ക് അക്കാര്യത്തിൽ എന്തെന്നില്ലാത്ത അമർഷവും ദേഷ്യവും ഉണ്ടായിരുന്നു. ബബിതയുടെ അമ്മയായ താൻ പുറത്തു നിൽക്കേണ്ടി വരുന്നു. തൻ്റെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നവൾ അകത്തു കടന്ന് തൻ്റെ മകളെ ശുശ്രൂഷിക്കുന്നു. പക്ഷേ പേഷ്യന്റിന് താല്പര്യമുള്ളയാൾ കൂട്ടുനിൽക്കട്ടെ എന്ന് ഡോക്ടർ പോലും പറയുമ്പോൾ വൈജയന്തിക്ക് പ്രതിഷേധിക്കാൻ പഴുതൊന്നുമില്ല. എന്നാൽ ബബിതയെ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വൈജയന്തി തൻ്റെ രോഷം മുഴുവൻ ബാലേന്ദ്രമേനോന്റെ നേർക്ക് ചൊരിഞ്ഞു. ദേ ബാലേന്ദ്ര, ഇത്രയും ദിവസം ഞാൻ ക്ഷമിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവളെ കടപ്പാട്ടൂരൊക്കെ എഴുന്നള്ളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ആരെ? ബാലേന്ദ്രമേനോൻ അറിയാത്ത മട്ടിൽ ചോദിച്ചു. ഇനി ഞാൻ പേരെടുത്ത് പറയണോ? അലീനയാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ ബബിതയ്ക്ക് പൂർണ്ണ സുഖമാകുന്നതുവരെ അവൾ ബബിതയോടൊപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ ബബിത പറയണം വേണ്ടെന്ന്. അതല്ലെങ്കിൽ അലീന പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകണം. സമ്മതിക്കില്ല ഞാൻ. ഒരിക്കൽ ഞാൻ ഇറക്കി വിട്ടത് അവളെ. അതിന് കൊടുക്കേണ്ടി വന്ന വിലയും എനിക്കറിയാം. ഇനി ആ മുറ്റത്ത് ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല അവളെ. വൈജയന്തി ഉഗ്രശബ്ദമെന്നുപോലെ പറഞ്ഞു.